ഹലോ. അപ്പോൾ RPF നമ്മൾ വീണ്ടും വരികയാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളോട് ജസ്റ്റ് ഒന്ന് പറയാം, നമ്മൾ RPFൻ്റെ മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, സന്തോഷമുള്ള കാര്യമാണ്. അതിൽ തന്നെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫസ്റ്റ് കണ്ടൻറ്റ് വീഡിയോ ആയിരുന്നു. അതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ സമയത്ത് കുറച്ച് സജഷൻ നിങ്ങൾ പറഞ്ഞതുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡൗട്ട് കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് ജസ്റ്റ് 1 മിനിറ്റിൽ കവർ ചെയ്തിട്ട് നമ്മളെ കണ്ടൻറ്റിലേക്ക് പോകാം. ഓക്കെ, എന്താണ് നീഡ് മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ കൂടുതൽ ആഡ് ചെയ്യണം. ടോപ്പിക്ക് തലേ ദിവസം പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ടോപ്പിക്ക് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. LCM HCF എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയ ഒരു ടഫ് ക്വസ്റ്റ്യൻ കൂടെ ഉൾപ്പെടുത്തിയാൽ നല്ലതാവും. ഓക്കെ, പിന്നെന്താണ്, ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ LDC പഠിക്കുന്ന GK തന്നെ പഠിച്ചാൽ മതിയോ, RPFനൊന്നും ചോദിക്കുന്നുണ്ട്. GKൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറച്ചും കൂടെ പ്രീവിയസ് ഇയർ ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതായത് പഠിക്കുന്നതൊക്കെ സെയിം തന്നെയാണ്, അവിടെയും ഇവിടെയും ഹിസ്റ്ററിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, ജോഗ്രഫിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുക, എവിടെ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്നുള്ളത് നോക്കുക. ഓക്കെ, അതുപോലെ GK ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കാണുക, അവർക്കാണെന്ന് കുറച്ചും കൂടെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. നമ്മളെ GKൻ്റെ ക്ലാസ്സസൊക്കെ നമ്മളെ ചാനലിലുണ്ട്. അതുപോലെ തന്നെ ദിശ ആർമി എക്സാം എന്ന് പറഞ്ഞ് നമ്മൾ RPFന് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ വീഡിയോസ് പോകുന്ന ചാനലുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഇനി സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലിങ്കിൽ ഞാൻ കമൻറ്റിൽ ഞാൻ ലിങ്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും RPFൻ്റെ 2ാമത്തെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരുപാട് ആൾക്കാർ ക്വസ്റ്റ്യൻ കൂടുതൽ വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ ആക്ച്വലി ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ കുറയ്ക്കുകയാണ്. അതായത് കുറച്ച് കുട്ടികൾ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് പറഞ്ഞത്, സാർ ഒരുപാട് സമയം പോകുന്നു, ഇന്നലെ 1 മണിക്കൂറാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രം പോയത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കുറച്ച് കണ്ടൻറ്റ് പറയും. അതായത് എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയും. അത് നിങ്ങളൊന്ന് പെട്ടെന്ന് കാണുക. എന്നിട്ട് നമ്മളൊരു 10 ക്വസ്റ്റ്യൻ ഏറ്റവും ചുരുങ്ങിയ ടൈമിൽ പെട്ടെന്ന് ചെയ്തു പോകും. അതിലെന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അല്ലാതൊക്കെ പെട്ടെന്ന് ചെയ്തു പോകാം. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതാകുമ്പോൾ ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് ഈ ക്ലാസ് നിർത്തിയിട്ട് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് തരാൻ പറ്റും. നമുക്ക് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം 1 മണിക്കൂർ നിങ്ങൾ 15 ചോദ്യം ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം മുതൽ 1 മണിക്കൂർ എടുത്ത് പോകുമ്പോൾ നിങ്ങൾ 25 ചോദ്യം ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ LCM HCF എന്ന് പറയുന്ന ടോപ്പിക്ക്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതുപോലെ തന്നെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഈ 2 കണ്ടന്റും വെച്ചിട്ടാണ് ഇന്ന് ക്ലാസ് പോകുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത് ബേസ് ചെയ്തിട്ടാണ്. എന്നാലും ആദ്യത്തെ ചോദ്യം നിങ്ങൾ കണ്ടുപരിചയമുണ്ടാവും. നമ്മളെ പണ്ടൊക്കെ SSCക്കും RRBക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള 2019 ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ്, കാരണം 2019 RRBക്ക് ചോദിച്ചത്. SSCക്കൊന്നും ഇപ്പോൾ അത് ഒരുപാട് കാണാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും എൻ്റെ ഉള്ളിലൊരു തോന്നൽ ഇത് ഈ പ്രാവശ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് LCM HCF ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമൊന്നുമല്ല, ഇത് മാത്രം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, LCM HCFലേക്ക് പോകാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം ഞാനൊന്ന് പറഞ്ഞുതരാം. നോക്കടാ, the value of 1 + 1 / 1 + 1 / 1 + 1 / ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താ സംഭവിക്കുന്നത്? 1 + 1 / 1 + 1 / 1 + 1 / എത്ര പ്ലസ് ഉണ്ട്? 1 2 3 1 2 3 4 പ്ലസ് ഉണ്ട്. 1 + 2/3. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 1ൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനം ഒരു 2/3 അവസാനിക്കുന്ന, ബാക്കി എല്ലായിടത്തും 1 ഉള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണെന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനിത് മാത്രം ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് ഒന്നെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ഇത് സോൾവ് ചെയ്ത്, പിന്നെ മൊത്തം സോൾവ് ചെയ്ത്, പിന്നെ ഇത് മൊത്തം സോൾവ് ചെയ്ത്, ഇത് മൊത്തം സോൾവ് ചെയ്ത്, അങ്ങനെ ഇത് മുഴുവനായിട്ടും ചെയ്തു വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇവിടെ എത്രയാണ് ഉള്ളത്? ഇത് നോക്കിയേ, 2/3 അല്ലേ? അപ്പോൾ ഞാൻ 2 എഴുതി, 3 എഴുതി. ഓക്കെ, എത്ര പ്ലസ് ഉണ്ട്? 1 2 3 4 പ്ലസ് ഉണ്ട്. അപ്പോൾ ഞാൻ 4 പ്ലസ് ഇട്ടു. 1 2 3 4 പ്ലസ് ഇട്ടു. ഇനി ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഈ പ്ലസിൻ്റെ ചുവട്ടിൽ നിങ്ങളൊരു നമ്പർ എഴുതണം. ഈ പ്ലസിൻ്റെ ചുവട്ടിലൊരു നമ്പർ വേണം, ഇതിൻ്റെ ചുവട്ടിലൊരു നമ്പർ വേണം, ഇതിൻ്റെ ചുവട്ടിലൊരു നമ്പർ വേണം. ഈ പ്ലസിൻ്റെ ചുവട്ടിൽ വേണ്ട നമ്പർ 3 + 2, അത് എത്രയാ? 5. ഈ പ്ലസിൻ്റെ അടിയിൽ വേണ്ട നമ്പർ 5 + 3, എത്ര? 8. ഇതിൻ്റെ അടിയിൽ വേണ്ടത് 8 + 5 13. ഇതിൻ്റെ അടിയിൽ വേണ്ടതോ 13 + 8 21.
ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ കുറച്ച് നമ്പറുകൾ കിട്ടി. നമ്മളെ പ്ലസ് എന്ന് പറയുന്ന വാല്യൂ അവസാനിക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾ ആൻസർ എത്രയാടാ? ഈ അവസാനം 21 ഉണ്ടല്ലേ, അത് എഴുതുക, ഡിവൈഡഡ് ബൈ പിന്നെ ആരാളുള്ളത് 13, 21/13 ആയിരിക്കും നിങ്ങൾ ആൻസർ. അപ്പോൾ എവിടെയാ ആൻസർ? ബി ആയിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ എന്താ ചെയ്തത്? 4 പ്ലസ് ഉണ്ട്, 4 പ്ലസ് എഴുതി. അതുപോലെ തന്നെ അവസാനമുള്ള 1 അല്ലാണ്ട് 2/3 ഉണ്ട്, 2ഉം 3ഉം എഴുതി. കൂട്ടി 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 അവസാനം 21/13 എന്നുള്ള ആൻസർ കിട്ടി. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ അതേ പ്രോബ്ലം ഒന്നും കൂടെ തരികയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. 1 + 1/1 + 1/1 + 1/1 + 3/4 ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊന്ന് നോക്കുക. ഓക്കെ, ഇതിനെ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ് തുടക്കത്തിൽ ഞാൻ ഇത് കുറച്ചും കൂടെ ചെറുതാക്കി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇത് മാത്രമാണ് ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സ്ട്രാ കണ്ടന്റ്. എല്ലാ ക്ലാസ്സിലും നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ടൊരു സാധനം പഠിക്കാം. നമ്മളെ ടോപ്പിക്കിലുള്ളതല്ലാത്ത ഒരു വെറൈറ്റി സാധനം. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക് LCM ആണെങ്കിൽ LCM-ൽ ഇല്ലാത്ത ഒരു വെറൈറ്റി ചോദ്യം നമ്മളിന്ന് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നേരെ LCM എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാം. HCF എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് LCM? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് നിങ്ങൾ ഉദാഹരണത്തിന് 2 നമ്പർ എടുക്കുക, 6, 8. 2 നമ്പർ ഉണ്ട്. ഈ 2 നമ്പറിൻ്റെയും പട്ടിക നിങ്ങൾക്കറിയാലോ. എന്താ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാലോ. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുമ്പോൾ 6, 12, 18, 24, 30 ഇങ്ങനെയല്ലേ. 1 6, 6, 2 6, 12 എന്ന് പറഞ്ഞിട്ട് ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇനി 8ൻ്റെയോ 8, 16, 24, 32, 40 ഇങ്ങനെയാണ് 8ന്റെ ഗുണന പട്ടിക അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇതിൽ കോമൺ ആയിട്ടുള്ളത് ആരാടാ? 24 കോമണാ അല്ലേ? ഈ 6 ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 36, 44, 52, 60. അയ്യോ, 36, 42, 48 പിന്നെ എത്ര? 54, 60 ഇങ്ങനെ പോകും. ഇവിടെയോ 8 നീട്ടിക്കൊണ്ടായാലോ 48 പിന്നെ 56 ഇങ്ങനെ പോകും. ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നാണ്ടോ 48. ഇവർ രണ്ടും റിപ്പീറ്റ് ചെയ്തു, ഇവർ രണ്ടും റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, ഇത് 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്, ഇത് 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇതിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരാരാ? 24 പിന്നെ 48. അടുത്ത നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യോ? അടുത്ത എത്രയായിരിക്കും? 48ഉം 24ഉം 48ഉം അടുത്തത് 72 ആയിരിക്കും. അടുത്ത എത്രയായിരിക്കും? 96 ആയിരിക്കും. എന്താ സംഭവം? 24ന്റെ ഗുണിതങ്ങളാണ് ഈ വരുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ആളാരാ? ആദ്യം കോമൺ ആയിട്ട് വരുന്ന 24. അടുത്തത് കോമൺ ആയിട്ട് വരുന്ന ആളാരാ? 24 × 2. അത് അടുത്ത കോമൺ ആയിട്ട് വരുന്ന ആളായിരിക്കും 24 × 3. അതിൻ്റെ അടുത്ത കോമൺ ആയിട്ട് വരുന്ന ആള് 24 × 4. ഇങ്ങനെ കോമൺ ആയിട്ട് ഈ 2 നമ്പറിലും ആരൊക്കെ ഉണ്ട്? കുറേ മൾട്ടിപ്പിൾസ് ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ഇല്ലേ? ഇതെല്ലാം ആരാ? കോമൺ മൾട്ടിപ്പിൾ ആണ്. കോമൺ ആയിട്ടുള്ള ഗുണിതങ്ങൾ, രണ്ടിലും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ്. ഇതിൽ ഏറ്റവും ചെറുതാരാ? 24 അല്ലേ? 24ന് നമ്മൾ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് വിളിച്ചു. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള നമുക്ക് അറിയാവുന്ന ഒരാളാണ് ആര്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ശരി, അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഫൈൻഡ് ദ LCM ഓഫ് 16, 20 ആൻഡ് 28. ഈ 16ന്റെ 20ന്റെ 28ന്റെയും LCM കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ചോദ്യം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ പഠിച്ചത് എന്താ? 16ന്റെ പട്ടികയിലും 20ന്റെ പട്ടികയിലും 28ന്റെ പട്ടികയിലും ആദ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആളാണ് എന്ത്? LCM. ഓക്കെ, അപ്പോൾ 16ന്റെ 20ന്റെ 28ന്റെ പട്ടിക നമുക്ക് എക്സാം ഹാളിൽ ഇരുന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് നമ്മൾ LCM കണ്ടുപിടിക്കാനുള്ള ഒരു വഴി കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ LCM കണ്ടുപിടിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് നമുക്ക് 2 നമ്പർ എടുക്കാം. ഇതെടുക്കാം 12, 16. ഈ 2 നമ്പറിൻ്റെ LCM ഞാൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച മെത്തേഡ് എന്താ? ഡിവിഷൻ മെത്തേഡ് ഉണ്ടല്ലോ. 2 നമ്പറിനെയും നമ്മൾ ഹരിക്കണം. ഇതിൽ നിങ്ങൾക്ക് ആദ്യം കോമൺ ആയിട്ടുള്ള ആരാ നോക്കാം. ഹരിക്കാൻ പറ്റിയ നമ്പർ ആരാ? ഇതിൽ രണ്ടിലുള്ളത് 4. 4 കൊണ്ട് ഹരിച്ചു. 4 കൊണ്ട് ഹരിച്ചാൽ ബാക്കി ആരാ ഉള്ളത്? ഇവിടെ ഒരു 3 ബാക്കിയുണ്ട്, ഇവിടെ ഒരു 4 ബാക്കിയുണ്ട്. ഓക്കെ, ഇതിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? 3ലും 4ലും ഇനി ഹരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ അവിടെ വെച്ച് നിർത്തുക. നിങ്ങൾ ഉത്തരം 4 × ഈ 4 × നമ്മൾ എവിടെയാണ് നിർത്തിയത്? 3 × 4. 4 × 3 12 × 4 48. ഓക്കെ, 48ആണ് ഈ 2 നമ്പറിൻ്റെയും 12ന്റെയും 16ന്റെയും ഗുണനപ്പട്ടിക നിങ്ങൾ എഴുതിയാൽ അതിൽ ആദ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആൾ 48 ആയിരിക്കും. എന്താ ഞാൻ ചെയ്തത്? ഞാൻ ഹരിച്ചു 12, 16.
ഹരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 4 കാണാൻ പറ്റിയില്ല, അപ്പോൾ നിങ്ങൾക്ക് ആകെ കാണുന്നതാരാ 2. എന്നാൽ നിങ്ങൾ 2 വെച്ച് ഹരിച്ചോ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? 4 കൊണ്ട് ഹരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, 4 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് 3, പിന്നെ ഇവിടെ 4. ഇവിടെ ഇനി ഹരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് 4 × 3 × 4 ഇത് ഇങ്ങനെ ഗുണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ 48 കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടുമെന്ന് പറഞ്ഞുതരാമോ? ഇതാ ഞാൻ ഇവിടെ എഴുതാമേ. ഫൈൻഡ് ദ LCM ഓഫ് 16, 20, 28. 3 നമ്പർ ഉണ്ട്. 3 നമ്പറിൻ്റെ LCM കണ്ടുപിടിക്കാൻ ഹരിക്കുക, 4 കൊണ്ട് ഹരിക്കുക. ഹരിച്ചു. നിങ്ങൾക്ക് 16നെ 4 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടി, 20നെ 4 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടി, 28നെ 4 കൊണ്ട് ഹരിച്ചാൽ 7 കിട്ടി. നോക്കടാ, ഇതിൽ ഈ അടിയിൽ നിങ്ങൾ എഴുതിയതിൽ കോമൺ ആയിട്ട് ഇനി ഹരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 4ലും 5ലും 7ലും കോമൺ ആയിട്ട് ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിർത്താം. ഇനി ആൻസർ എത്ര ആയിരിക്കും വരിക? 4 × 4 × 5 × 7. 4 × 4 × 5 × 7 ആണ് ഉത്തരം വരേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു 4ന്റെ ഗുണിതമാണ് ഉത്തരം വരേണ്ടത്. ഓപ്ഷനിൽ 4ന്റെ ഗുണിതങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഓപ്ഷനിലും ഉണ്ട്. അതുകൊണ്ട് നമുക്കത് നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 4 16. 16 × 5 എത്രയാ? 16ന്റെ പകുതി 8. 8ന് 0 ഇട്ടാൽ 80. 80 × 7. 80 × 7 ചെയ്താൽ 560 കിട്ടും. അപ്പോൾ നമ്മൾ ആൻസർ 560. 560 A. ഓക്കെ, ഇതാണ് നമ്മളെ LCM വരുന്നത്. അപ്പോൾ LCM കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. LCM എന്താണെന്ന് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു. ഇനി ഒരു മെത്തേഡും കൂടെ ഉണ്ടോ? ഇതേ നമ്പർ നിങ്ങൾ 12ഉം 16ഉം ഈ 2 നമ്പറിൽ നിന്നും LCM കണ്ടുപിടിക്കാൻ ഒരു വഴിയും കൂടെ ഉണ്ട്. ഇത് പഠിക്കണം, ഇത് എക്സാമിന് ചോദിക്കും. നോക്കിക്കോ, 12നെ ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പോവുക. എന്താ പ്രൈം ഫാക്ടറൈസേഷൻ? പ്രൈം ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ 12നെ പ്രൈമുകളാക്കി മാറ്റുക, പ്രൈമുകളുടെ മൾട്ടിപ്പിൾ ആക്കി മാറ്റുക. നോക്കിക്കോ, 12 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 × 3. അതിൽ 3 പ്രൈമാ, പക്ഷെ 4 പ്രൈം അല്ല. അപ്പം 4നെ നമ്മൾ മാറ്റണം. 4നെ മാറ്റി എന്താക്കുക? 2 × 2 അല്ലേ 4, അല്ലെങ്കിൽ 2 സ്ക്വയർ ആണ് 4. അങ്ങനെയാക്കി. 16നെ എങ്ങനെയാക്കും? 16 എന്ന് പറഞ്ഞാൽ 4 × 4, അല്ലെങ്കിൽ 2 × 2 × 2 × 2 എത്ര? 2⁴. ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. അതായത് 16 എന്ന് പറഞ്ഞാൽ 4 തവണ 2നെ ഗുണിച്ചാൽ നിങ്ങൾക്ക് 16 കിട്ടും. കണ്ടോ, ഇതിൽ പ്രൈം മാത്രമേ ഉള്ളൂ. ഇതാണ് പ്ലാൻ. അപ്പം ഞാൻ ഇങ്ങനെയാക്കി മാറ്റി, പ്രൈം ഫാക്ടറൈസ് ചെയ്തു. അങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഏതൊക്കെ പ്രൈം നമ്പർ ഉണ്ട് നോക്കുക. നോക്കടാ, ഇവിടെയും ഇവിടെയായിട്ട് ഏതൊക്കെ പ്രൈം നമ്പർ ഉണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്. 2ന്റെ ഏറ്റവും വലിയ പവർ ആരാ? 2 ആണോ 4 ആണോ? 4 ആണ്. 4 എഴുതുക ഇൻറ്റു 3ന്റെ ഏറ്റവും വലിയ പവർ ആരാ? 3 ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ. അതിന് പവറൊന്നുമില്ല, ആകെ 1 തന്നെയാണ് പവർ. ഇവിടെ 1 ആണ് പവർ, അവിടെയും 1 ആണ് പവർ. അപ്പോൾ നിങ്ങൾ ആൻസർ ഇത് വരും. 2⁴ എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 3 എത്ര? 48. അപ്പോൾ LCM കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പറയുക? പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, എന്നിട്ട് അതിനകത്തുള്ള എല്ലാ പ്രൈം നമ്പറും കൂടെ ഇവിടെ എഴുതി വെക്കുക. റെഡി? എന്നിട്ട് പവറുകൾ, ഏറ്റവും വലിയ പവറുകളൊക്കെ ഇവിടെ കൂട്ടി എഴുതുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം 12ന്റെയും 16ന്റെയും LCM കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ്, ഡിവിഷൻ മെത്തേഡാണ് എളുപ്പം. പക്ഷേ ക്വസ്റ്റ്യൻ എക്സാമിന് ഡയറക്റ്റ് ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ LCM കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? എല്ലാ പ്രൈം നമ്പറും എഴുതണം, അതുപോലെ തന്നെ ഏറ്റവും വലിയ പവറുകളും പെറുക്കി എഴുതണം. ഓക്കെ, അത് മറന്നു പോവാതെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ LCM ഓഫ് 16, 24, 30. ഈ 3 നമ്പറിൻ്റെ LCM നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതുപോലെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കാം. 2 രീതിയിൽ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. ശരി, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക്. അല്ല എടാ, ഇതിനെ നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇതും കൂടെ ഒന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കും. വേണമെങ്കിൽ ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. 16നെ എങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു? 2⁴. 20നെ എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസ് ചെയ്യുക? 20 എന്ന് പറഞ്ഞാൽ 4 × 5. ഇതൊരു 4 പ്രൈം അല്ല. 4നെ 2² × 5 എന്ന് എഴുതി. പിന്നെ ആരാ ഉള്ളത്? 28. 28 എന്ന് പറഞ്ഞാൽ 7 × 4. അതിൽ 7 പ്രൈമാണ്, 4 പ്രൈം അല്ല. അപ്പം 4നെയും കൂടെ പ്രൈം ആക്കിയാൽ 7 × 2². അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ഉണ്ട് നോക്കിയേ. 2 ഉണ്ട്, 7 ഉണ്ട്, 5 ഉണ്ട്. അവരെ തമ്മിൽ ഗുണിക്കുക. അതിൽ ഏറ്റവും വലിയ പവർ ആരാ? 2ന്റെ പവർ 4. പിന്നെയോ വേറെ എല്ലാവർക്കും പവർ ഓരോന്ന് വെച്ചേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആൻസർ വരിക. 2⁴ എന്ന് പറഞ്ഞാൽ 16 വരും, ഇൻറ്റു 7 × 5 എന്ന് വരും, ഈക്വൽ ടു 560 ആൻസർ വരും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈം ഫാക്ടറൈസ് ചെയ്തും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്
നിങ്ങൾ ഒരുപാട് ഇരുന്ന് കഷ്ടപ്പെട്ട് ഇപ്പോൾ പഠിക്കേണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ശരി, അങ്ങനെയാണ് നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഇതാ ആദ്യം തന്നെ ആ ചോദ്യം വന്ന് ഇങ്ങനെയാണ് ചോദ്യം വരിക. ഇത് വരുമ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ ആലോചിച്ച് നോക്കിയേ. A ഈക്വൽ ടു 2�3× 3�7, B ഈക്വൽ ടു 2�7× 3⁵, C ഈക്വൽ ടു 2�8× 3⁴. ഇത്രയും വലിയൊരു നമ്പർ കാണുക, അതിൻ്റെ LCM കണ്ടുപിടിക്കണം. നിങ്ങൾ ഹരിച്ച് കണ്ടുപിടിക്കുമോ? എത്ര സമയം എടുക്കും? അതിനെക്കാട്ടും ബെറ്റർ ആണെന്ത് ഞാൻ പറഞ്ഞ പ്രൈം ഫാക്ടറൈസേഷൻ. ഇവിടെ ഓൾറെഡി പ്രൈം ആക്കി കഷ്ണങ്ങളാക്കിയാണ് തന്നത്. ഏതൊക്കെ പ്രൈം നമ്പർ ഉണ്ടോ? ഇതിന് ABCD, A B and C ഈ 3 നമ്പറിൻ്റെ LCM കാണാനാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി പ്രൈം കഷ്ണങ്ങളാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ആ പ്രൈം നമ്പറൊക്കെ എഴുതിക്കോ. ഏതൊക്കെ ഉണ്ട്? 2 ഉണ്ട്, പിന്നെ ആരുണ്ട്? 3 ഉണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, 2, 3 മാത്രമേ ഉള്ളൂ. 2, 3, 2, 3, 2, 3, 5, 7 ഒന്നുമില്ല. 2, 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 × 3. ഇനി 2ന്റെ വലിയ പവർ ആരാ? 3 ആണോ, 7 ആണോ, 8 ആണോ? 8 ആണ്. അപ്പോൾ 2ന്റെ വലിയ പവർ 8. 3ന്റെ വലിയ പവർ ആരാ? 7 ഉണ്ട് ഇവിടെ, 5 ഉണ്ട് ഇവിടെ, 4 ഉണ്ട്. അപ്പോൾ 7. അപ്പോൾ ആൻസർ 2�8× 3�7. 2�8× 3�7 ഇതാ അവിടെ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ അവിടെ C വരും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇവിടെ തൊട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മളെ ലെവലിലേക്ക് ചെറിയൊരു മാറ്റമുണ്ട്. അപ്ലിക്കേഷൻ ലെവലിലേക്ക് ക്വസ്റ്റ്യൻ വരികയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 3 bells ring at interval of 15, 30 and 45 minutes respectively. അതായത് നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് ഡിഫറൻറ്റ് സൈസുള്ള മണികൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ബെല്ലടിക്കുന്നത്. അത് ഡിഫറൻറ്റ് സൈസിലുള്ളതുണ്ടാവും. അത് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ബെല്ലടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത് എല്ലാം ഒരുമിച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. വലിയതാണെങ്കിൽ എന്ത് ചെയ്യും? പയ്യെ പോയിട്ട് അവിടെ ആ സൈഡിൽ തട്ടി തിരിച്ച് ഈ സൈഡിലേക്ക് വരുള്ളൂ. വലിയ സൗണ്ടും ഉണ്ടാവും അല്ലേ? ചെറിയ മണിയാണെങ്കിലോ അവിടെ തട്ടി തിരിച്ചിവിടെ വരാൻ ചെറിയ സമയം മതി. നിങ്ങൾ പൂജാരീൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന മണി കണ്ടിട്ടില്ലേ? അതിങ്ങനെ ആക്കുമ്പോൾ നല്ലപോലെ കുറേ പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കുമല്ലോ. പൂജാരീൻ്റെ കയ്യിൽ നിങ്ങൾ എടുത്താൽ പൊന്താത്തൊരു മണി കൊടുത്തിട്ട് ഇങ്ങനെ അടിക്കാൻ പറഞ്ഞു നോക്കിയേ. അപ്പോൾ എന്ത് ചെയ്യും? അയാൾക്ക് അത് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സൗണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മുഴച്ച് നമുക്ക് കേൾക്കാനും പറ്റും. എന്ന് പറഞ്ഞാൽ സൈസ് മാറുന്നതിനനുസരിച്ച് ആ സമയം ബെല്ലടിച്ച് തിരിച്ചടിക്കാനുള്ള സമയവും മാറും എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള 3 മണികളുണ്ട്. 15 മിനിറ്റ് ഒരു മണി ഞാൻ ഇങ്ങനെ അടിച്ചു, ഇങ്ങനെ തള്ളി വിട്ടു. അത് ഒരു സൗണ്ട് ഉണ്ടാക്കി തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ വന്ന് പിന്നെയും സൗണ്ട് ഉണ്ടാക്കാൻ 15 മിനിറ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത മണിയോ 30 മിനിറ്റ് എടുക്കും, അടുത്തത് അങ്ങനെ 45 മിനിറ്റ് എടുക്കും. ഇങ്ങനെയാണ് 3 മണികളുള്ളത്. ഈ 3 മണികളും ഇത്രയും സമയമൊക്കെ കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക? പിന്നെയും സൗണ്ട് ഉണ്ടാക്കുക. ഇനി ചോദ്യം ഇതാണ്, അറ്റ് വാട്ട് ടൈം വിൽ ദേ റിംഗ് ടുഗെദർ അഗെയിൻ ഇഫ് ദേ റാങ് സൈമൾട്ടേനിയസ്ലി അറ്റ് 8 AM? സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഈസി ചോദ്യമാണത്. ശ്രദ്ധിക്കുക. അതായത് ഞാൻ പറഞ്ഞ പോലെ 3 മണികളുണ്ട്. ആദ്യത്തെ മണി 15 മിനിറ്റിൽ അടിക്കും. അതായത് ഞാനിപ്പോൾ ഈ ബെല്ലടിച്ചു കഴിഞ്ഞാൽ അടുത്ത 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് താനേ ഒന്നും കൂടെ ഒച്ച ഉണ്ടാക്കും. 30 മിനിറ്റ് കഴിയുമ്പോൾ അത് പിന്നെയും ഒച്ച ഉണ്ടാക്കും. ഓക്കെ, 45 മിനിറ്റ് കഴിയുമ്പോൾ അത് പിന്നെയും ഒച്ച ഉണ്ടാക്കും. 60 മിനിറ്റ് കഴിയുമ്പോൾ അത് പിന്നെയും ഒച്ച ഉണ്ടാക്കും. ഇനി 75 ഒച്ച ഉണ്ടാക്കും, 90 ഒച്ച ഉണ്ടാക്കും. ഇങ്ങനെയാണ് അതിൻ്റെ സൗണ്ട് പോകുന്നത്. 15 മിനിറ്റ് കൂടുമ്പോൾ സൗണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി 30 മിനിറ്റ് ഉള്ളതോ, അതിനെ ഞാൻ ബെല്ലടിച്ച് കഴിഞ്ഞാൽ 30 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ സൗണ്ട് ഉണ്ടാക്കും, 60 മിനിറ്റിൽ ഒന്നും കൂടെ സൗണ്ട് ഉണ്ടാക്കും, 90 മിനിറ്റിൽ ഒന്നും കൂടെ സൗണ്ട് ഉണ്ടാക്കും, 120 മിനിറ്റിൽ ഒന്നും കൂടെ സൗണ്ട് ഉണ്ടാക്കും. മൂന്നാമത്തതോ 45 മിനിറ്റിൽ സൗണ്ട് ഉണ്ടാക്കും, അത് കഴിഞ്ഞാൽ പിന്നെ 90 മിനിറ്റിൽ സൗണ്ട് ഉണ്ടാക്കും, പിന്നെ 135 മിനിറ്റിൽ സൗണ്ട് ഉണ്ടാക്കും. ഇങ്ങനെയാണ് ഇവർ പോകുന്നത്. ചോദ്യം ഇത്രയേ ഉള്ളൂ, 8 മണിക്ക് ഞാൻ ഇവരെ ഒരുമിച്ച് എന്ത് ചെയ്തു? എല്ലാം കൂടെ ഒരുമിച്ച് സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ സൗണ്ടായിട്ടേ കേൾക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഞാൻ ഒരുമിച്ചാണ് ഇത് അടിച്ചത്. ഓക്കെ, ഇനി 15 മിനിറ്റ് കഴിയുമ്പോൾ ആദ്യത്തെ ആൾ സൗണ്ട് ഉണ്ടാക്കി, 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ, 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ആൾ സൗണ്ട് ഉണ്ടാക്കി. 3 സൗണ്ട് നിങ്ങൾക്ക് വ്യത്യാസമായിട്ട് നിങ്ങളെ ചെവിയിൽ കേൾക്കാൻ പറ്റും. പക്ഷേ ചോദ്യം ഇതാണ്, ഇവരെ 8 മണിക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരുമിച്ച് അടിച്ചത്, ഇനി എപ്പോഴാണ് ഇവർ ഒരുമിച്ച് ഒന്നും കൂടെ തിരിച്ച് ഒരുമിച്ച് ഒരേ സൗണ്ടായിട്ട് അടിക്കാമെന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് ഇവർ ഒരുമിച്ച് നീ സൗണ്ട് ഉണ്ടാക്കാൻ നോക്കിയാൽ പോരെ? ഏത് സമയത്താ നോക്കടാ? 45 ഇയാൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇയാൾ സൗണ്ട് ഉണ്ടാക്കുന്നില്ല. 30 ഇയാൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇയാൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇയാൾ സൗണ്ട് ഉണ്ടാക്കുന്നില്ല. അങ്ങനെ 3 പേര് ഒരുമിച്ച് സൗണ്ട് ഉണ്ടാക്കുന്ന സമയം ഏതാ? 90 മിനിറ്റ്. നോക്കിയേ, 90 മിനിറ്റിൽ 3 പേർക്കും സൗണ്ട് ഉണ്ടാവും. ആ 3 സൗണ്ട് നമുക്ക് ഒറ്റ സൗണ്ടായിട്ട് തോന്നും, വലിയൊരു സൗണ്ടായിട്ട് തോന്നും. അതെപ്പോഴാണെന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ഓക്കെ, ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്ന ആളാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക. ഇനി മലയാളത്തിൽ എക്സാം എഴുതുന്ന ആളാണെങ്കിൽ ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ
90 മിനിറ്റ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, മണി അടിക്കുക. 8 മണിക്ക് ബെല്ലടിച്ച് കഴിഞ്ഞാൽ 8 മണിക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 90 മിനിറ്റ് അഥവാ 1.5 മണിക്കൂർ കഴിയും. അപ്പോൾ 9:30 ഒന്നും കൂടെ ബെല്ലടിക്കുക. അപ്പോൾ നിങ്ങൾ ആൻസർ 9:30 നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയി വിരലെണ്ണി കൂട്ടിയൊക്കെ ആൻസർ കണ്ടുപിടിക്കാം. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. നമുക്കത് ചെയ്താൽ മതിയോ? പോരാ. ഇവിടെ നിങ്ങൾ നോക്കടാ, 15ന്റെയും 30ന്റെയും 45ന്റെയും ഗുണനപ്പട്ടികയല്ലേ ഞാൻ ഇവിടെ എഴുതിയത്. ഓക്കെ, അതിലുള്ള കോമൺ മൾട്ടിപ്പിൾ LCM അല്ലേ ഞാൻ ഇവിടെ 90നെ വട്ടം വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കണ്ടുപിടിക്കേണ്ട ആൾ LCM ആണ്. 15, 30 പിന്നെ എത്ര? 15, 30, 45 ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് 90 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, LCM കണ്ടുപിടിച്ച് നോക്കണം കേട്ടോ. ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ LCM കണ്ടുപിടിച്ച് നോക്കണം. 90 മിനിറ്റ് എന്ന് കിട്ടി. റെഡിയാണല്ലോ? 90 മിനിറ്റ് 8 മണിക്ക് അടിച്ച് ഇനി 90 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ അടിക്കും. അതായത് 9:30 ഒന്നും കൂടെ അടിക്കും. ശരി, അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതേണ്ടത്. കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തോളാം. എന്താ പറയുന്നത്? ഇതേ ചോദ്യം തന്നെ 2 അലാറം ക്ലോക്കാണ് ബെല്ലടിക്കുന്നത്. ഒന്ന് 72 സെക്കൻഡും മറ്റേത് 50 സെക്കൻഡും കഴിയുമ്പോൾ ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇവർ ഒരുമിച്ച് എപ്പോഴാണ് ഒന്നും കൂടെ ബെല്ലടിക്കുക എന്നാണ് ചോദിക്കുന്നത്. എത്ര സമയത്താണ് ബെല്ലടിക്കുക എന്ന് ചോദിക്കുന്നു. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല നോക്കട്ടെടാ. 2 alarm regular intervals of 70-50 seconds if they being together at noon. At what time will they? ഓക്കെ, നിങ്ങൾക്ക് കിട്ടും. നൂൺ എന്ന് പറഞ്ഞാൽ ആരാ? നൂൺ എന്ന് പറഞ്ഞാൽ ആരാ? 12:00 AM ആണ് കേട്ടോ. AM എന്ന് എഴുതാമോ? 12 നൂൺ എന്ന് പറഞ്ഞാൽ 12 ഉച്ച എന്നാ. 12 ഉച്ച അങ്ങനെ ഓർത്താൽ മതി. 12 നൂൺ 12 ഉച്ച. 12 മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ 12 രാത്രി. അപ്പോൾ 12 നൂൺ 12 ഉച്ചയ്ക്കാണ് കേട്ടോ. അതിനുശേഷമാണ് ഇവരൊക്കെ ബെല്ലടിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇനി എപ്പോഴാണ് ബെല്ലടിക്കാമെന്ന് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മോഡൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരും, അടുത്ത് നിങ്ങൾ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കും. ശരി, ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡി? അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിൽ എന്താ പറയുന്നത്? There are 8 students in section A and 12 students in section B. നിങ്ങൾക്ക് കാണുന്നില്ലേ? സെക്ഷൻ എയിൽ 8 സ്റ്റുഡൻസ് ഉണ്ട്, സെക്ഷൻ ബിയിൽ 12 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് ബുക്സ് റിക്വയർഡ് ഫോർ ദെയർ ക്ലാസ് ലൈബ്രറി സോ ദാറ്റ് ദേ ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി എമംഗ് ദ സ്റ്റുഡൻസ് ഓഫ് സെക്ഷൻ എ ഓർ സെക്ഷൻ ബി. അതായത് ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികളുണ്ട്, സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും ഉള്ളത്. ഈ കുട്ടികളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് കാണുന്ന കുട്ടികളെ പോലെയാണ്. ഭയങ്കര വാശിയാണ്. ഒരുപാട് ചോദ്യം വേണമെന്നൊക്കെ പറയും, ഒരുപാട് ഫ്രീ ക്ലാസ് വേണമെന്നൊക്കെ പറയും. പക്ഷേ ഒരു സമാധാനം ഉണ്ടാവില്ല. നമുക്കൊരു സമാധാനം തരില്ല. എന്നാൽ പോലും നമുക്കൊരു സന്തോഷമാണ് അവർക്ക് എന്ത് ചെയ്യാൻ, കുറേ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിന് പരമാവധി ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്നൊരു സ്കൂളാണ് ഇവിടുത്തെ സ്കൂളും. അവർക്ക് എന്ത് വേണം? കുട്ടികൾക്ക് ലൈബ്രറിയിൽ ബുക്ക് കൊടുക്കണം. അങ്ങനെ ബുക്ക് കൊടുക്കുമ്പോൾ ഇവിടെ 8 സ്റ്റുഡൻസ് ഉണ്ട്, ഇവിടുത്തെ സ്റ്റുഡൻസ് ഉണ്ട്, 12 സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ക്ലാസ് എയിലാണ് ഇന്ന് ബുക്ക് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ. അവർക്ക് എല്ലാവർക്കും ഈക്വലി കൊടുക്കാൻ പറ്റണം. അതായത് എല്ലാവരുടെ കയ്യിലും ഒരേപോലെ ബുക്ക് ഉണ്ടാവണം. ആർക്കെങ്കിലും ബുക്ക് കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ 8ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം നമ്മളെ ബുക്കിൻ്റെ എണ്ണം നടത്താം. ശരി, ഇനി പറയാണ് 12 കുട്ടികളുടെ ക്ലാസ്സില്ലേ, ആ ക്ലാസ്സിൽ നമ്മൾ ബുക്ക് കൊടുക്കുമ്പോഴും കറക്റ്റ് എണ്ണം ബുക്ക് ഉണ്ടാവണം. എന്ത് പറ്റാൻ പാടില്ല? ആർക്കെങ്കിലും ബുക്ക് കുറഞ്ഞു പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 12ന്റെ ഗുണിതം 12ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്ത്? നമ്മളെ ബുക്കിൻ്റെ എണ്ണം നടത്താം. ശരി, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് 8ന്റെ ഗുണിതം നിങ്ങൾ കണ്ടുപിടിക്കണം, 12ന്റെ ഗുണിതം നിങ്ങൾ കണ്ടുപിടിക്കണം. പക്ഷേ നിങ്ങളൊരു പിശുക്കനും കൂടെ. നിങ്ങൾ ഏറ്റവും മിനിമമാണ് കണ്ടുപിടിക്കേണ്ടത്. കുറേ ബുക്കൊന്നും വാങ്ങാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഏറ്റവും മിനിമം ആയിട്ട് ബുക്ക് വാങ്ങണം. പക്ഷേ 8 കുട്ടിക്ക് കൊടുക്കുമ്പോഴും 12 കുട്ടിക്ക് കൊടുക്കുമ്പോഴും ഈക്വലായിട്ട് കൊടുക്കാൻ പറ്റണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 8ന്റെയും 12ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചാൽ മതി. സെയിം ക്വസ്റ്റ്യൻ, നേരത്തെ അതേ ക്വസ്റ്റ്യൻ. ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം. ശരി, അപ്പോൾ നിങ്ങൾ പറ 8ന്റെയും 12ന്റെയും LCM എത്രയാണ്? 24 ആണ്. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആൻസർ 24 ആയിരിക്കും. ഓക്കെ, ശരി. എടാ ഇവിടെ നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സൊക്കെ കണ്ട് പഠിച്ച് നിങ്ങളെക്കാട്ടും കുറച്ചും കൂടെ സമയം പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ. അവർ ഓൺലൈനിലൊക്കെ ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സൊക്കെ കണ്ട് LCM എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഓഫ്ലൈനിൽ വരുന്ന കുട്ടികളുണ്ട് കേട്ടോ. അവർ ഇതിനെക്കാട്ടും കൂടുതൽ സമയം ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് എന്താണത് ഇത് എന്നൊക്കെ മനസ്സിലാക്കി എക്സാമിന് ചെല്ലും. എക്സാമിന് ചെന്നിട്ട് അനലൈസ് ചെയ്യും. LCM ആണോ HCF ആണോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? തല പുകഞ്ഞൊക്കെ ആലോചിക്കും. നമ്മൾ കുറച്ച് പാവപ്പെട്ട പിള്ളേരുണ്ട്. ഇവർക്ക് യൂട്യൂബിൽ ഇവിടെ പരിപാടി നടക്കുന്നൊന്നും അറിയണേ ഉണ്ടാവില്ല. ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടെന്ന് തന്നെ അറിയുന്നുണ്ടാവില്ല. ആപ്പിലൊക്കെ RPFന് ക്ലാസ്സുകൾ വരുമ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർ ചുമ്മാ രാവിലെ എഴുന്നേറ്റ് എക്സാമിന് വേണ്ടി പോകും. എക്സാമിന് പോയിട്ട് ചോദ്യം വായിക്കും.
ഒരു ക്ലാസ്സിൽ 8 കുട്ടികളുണ്ട്, മറ്റേ ക്ലാസ്സിൽ 12 കുട്ടികളുണ്ട്. 2 പേർക്കും 2 ക്ലാസ്സിൽ കൊടുക്കുമ്പോഴും എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ബുക്ക് കിട്ടണം. അതിന് എത്ര ബുക്ക് വേണം ആ ലൈബ്രറിയിൽ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവരൊരു ഉദാഹരണം എടുക്കും. 24 ബുക്കാണെങ്കിലോ 8 കുട്ടികളുള്ള ക്ലാസ്സിൽ കൊടുത്താൽ ഒരാൾക്ക് 3 എണ്ണം കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും 3 എണ്ണം വെച്ച് കിട്ടുന്നുണ്ട്. 24 ബുക്ക് ഉണ്ടെങ്കിൽ 12 കുട്ടികളുള്ള ക്ലാസ്സിൽ കൊടുത്താൽ ഒരാൾക്ക് 2 എണ്ണം കിട്ടും. എല്ലാവർക്കും 2 എണ്ണം വെച്ച് കിട്ടും. അപ്പോൾ 24 തന്നെ ഉത്തരം. വേറെ ഏത് കൊടുക്കുമ്പോഴും റിമൈൻഡർ വരുന്നുണ്ട്, ശിഷ്ടം വരുന്നുണ്ട്. ശിഷ്ടം ആർക്കും വീതിച്ചു കൊടുക്കാൻ പറ്റില്ല, ബുക്ക് കീറി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇവന്മാരെന്ത് തീരുമാനിക്കും? 24 ഉത്തരം. നമ്മളും ഉത്തരം കിട്ടി 24. എങ്ങനെ? ഇവിടെ ആത്യന്തികമായി ഉത്തരം കണ്ടുപിടിച്ച്. ഇവരെന്ത് ചെയ്ത്? ഇവർ ചുമ്മാ അതിലെ പോയ വഴിക്ക് ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഉത്തരം കണ്ടുപിടിച്ച്. ഇത് നമുക്കൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷനൊക്കെ മനസ്സിലാക്കി ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി. നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യം വായിച്ച അർത്ഥം മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുന്നേയുള്ള ക്വസ്റ്റ്യൻസും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓപ്ഷനിലിട്ടിട്ട് ഒന്ന് ശരിയാവുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ശരി, അടുത്ത ചോദ്യം. അപ്പോൾ LCMൻ്റെ ഒരു ബേസിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ മോഡൽസ് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് കേട്ടോ. HCFൻ്റെ LCMൻ്റെ ഒരു ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ് ചെയ്യാം. HCFിലേക്ക് വരാം. ഇത് നമ്മൾ അർജൻറ്റായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. എന്താണ് HCF? HCF കണ്ടുപിടിക്കുന്നത് പഠിക്കണം. HCF എന്താണെന്നും പഠിക്കണം. എന്താണ് HCF എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാം. HCFനെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം ഒരു ഡെഫിനിഷനിൽ. നിങ്ങളെ വീട് ഒരു സ്ക്വയർ ഇങ്ങനെയുള്ളൊരു വീടാണ്. അതെ, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുര ആകൃതിയിലുള്ളൊരു വീടാണ് നിങ്ങളെ വീട്ടിൽ കര അടയ്ക്കണം. നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ, അതായത് OBC സർട്ടിഫിക്കറ്റും ഒക്കെ വേണമെങ്കിൽ കര അടച്ച റെസീറ്റ് ഉണ്ടാവണം. അതിന് വില്ലേജ് ഓഫീസിൽ പോകണം. വില്ലേജ് ഓഫീസുകാരുള്ള ആൾ ചോദിച്ചു വീടിൻ്റെ ഇതെത്രയാണ്, സൈസ് എത്രയാണ്, നിങ്ങൾ എത്ര ഏരിയ ഉണ്ട് നിങ്ങളെ വീട് എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ വീടിൻ്റെ നീളവും വീതിയും ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നീളവും വീതിയും അളക്കണം. എനിക്കറിയാം നിങ്ങളെ വീടിൻ്റെ നീളവും വീതിയും. ഇത് 4 മീറ്ററാണ്, ഇത് 8 മീറ്ററാണ്. എനിക്ക് നീളവും വീതിയും കറക്റ്റായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അച്ഛൻ നിങ്ങളോട് പറയും, എടാ അളന്ന് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങളെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണുള്ളത്. ആ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ ഈ 4, 8 മീറ്റർ അളക്കുമ്പോഴേക്കും എക്സാം അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റാണ്ട് മിസ്സാവും. അപ്പോൾ 15 സെൻറ്റിമീറ്റർ സ്കെയിൽ കൊണ്ട് വീടിൻ്റെ തറ അളക്കാൻ തന്നാൽ പറ്റൂല. എന്ത് ചെയ്യണം? വലിയ സ്കെയിൽ വേണം. പിന്നെ നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, മടി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് അളന്നെടുക്കണം. 1 മീറ്ററിൻ്റെ സ്കെയിൽ ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കും. ഇവിടെയും അളന്ന് 8 മീറ്റർ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കും. പക്ഷേ ഒരുപാട് അളക്കണ്ടേ? എത്ര അളക്കണം? ഇത് 8 തവണയൊക്കെ ഇവിടെ അളക്കണം. പറ്റണ കേസാണോ? 8 തവണ നമ്മളിങ്ങനെ കുനിയണം, 8 തവണ നമ്മൾ നിവരണം. എന്ത് ടാസ്ക്കാ അത്? നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ വലിയ സ്കെയിൽ എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ 2 മീറ്ററിൻ്റെ സ്കെയിൽ വാങ്ങി. 2 മീറ്ററിൻ്റെ സ്കെയിൽ വാങ്ങിയാൽ ഇവിടെ 1 തവണ അളന്നു, 2 തവണ അളന്നു. 2 തവണ അളന്നപ്പോഴേക്കും ഇത് തീർന്നു. ഓക്കെ, അപ്പം നമുക്ക് 4 മീറ്റർ ഉണ്ടെന്ന് മനസ്സിലായി. ഇവിടെ ആണെങ്കിലോ 1 തവണ അളന്നു, 2 തവണ അളന്നു, 3 തവണ അളന്നു, 4 തവണ അളന്നു. 4 തവണ അളന്നപ്പോഴേക്കും ഇതും തീർന്നു. അപ്പോൾ ഇതും തീർന്നു. എത്ര? ഇവിടെ 2 തവണ, ഇവിടെ 4 തവണ. ടോട്ടൽ 6 തവണ അളന്നപ്പോഴേക്കും ഇത് തീർന്നു. അപ്പം നമുക്ക് അത്യാഗ്രഹമായി. 6 തവണ അളക്കുമ്പം തീരും. അപ്പോൾ കുറച്ചും കൂടെ വലിയ സ്കെയിൽ വാങ്ങിയാൽ പെട്ടെന്ന് അളന്ന് തീർക്കാം. അപ്പോൾ ഞാൻ 3 മീറ്റർ സ്കെയിൽ വാങ്ങി. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. 3 മീറ്റർ സ്കെയിൽ വാങ്ങിയാൽ ഇവിടെ 3 മീറ്റർ അളക്കും, ബാക്കി കിടക്കുന്നുണ്ട്. അത് അളക്കണമെങ്കിൽ നമ്മൾ സ്കെയിൽ ഓടിക്കണം. അത് പോസിബിൾ അല്ല. അപ്പോൾ 3 മീറ്ററിൻ്റെ സ്കെയിൽ വിട്ടു. അങ്ങനെ നിങ്ങൾ 4 മീറ്ററിൻ്റെ സ്കെയിൽ വാങ്ങാൻ തീരുമാനിച്ചു. 4 മീറ്ററിൻ്റെ സ്കെയിൽ വാങ്ങി ഇവിടെ വെച്ച് ഒറ്റ പ്രാവശ്യം വെച്ചപ്പോഴേക്കും, ഇങ്ങനെ കൊണ്ടുവച്ചപ്പോഴേക്കും ആ സൈഡ് 4 മീറ്റർ ഉണ്ടെന്ന് മനസ്സിലായി. അതെടുത്ത് ഇങ്ങനെ വെച്ച് 2 തവണ അളന്നപ്പോഴേക്കും ഇവിടെ എത്ര ഉണ്ടെന്ന് മനസ്സിലായി? 8 മീറ്റർ ഉണ്ടെന്നും ഇവിടെ 4 മീറ്റർ ഉണ്ടെന്നും മനസ്സിലായി. ഇനി ഇതിൽ വലിയ ഏതെങ്കിലും സ്കെയിൽ വാങ്ങാൻ പറ്റുമോ? പറ്റൂല. 5 മീറ്റർ വാങ്ങിയാൽ ഒടിച്ച് കളയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ 2 സൈഡുകൾ അളക്കാൻ വേണ്ട ഏറ്റവും വലിയ സ്കെയിലില്ലേ, ആ സ്കെയിലിനൊരു നീളമില്ലേ, ആ നീളത്തിന് നിങ്ങൾ പറയേണ്ട പേരാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ആ ഐഡിയ നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെച്ചോണം. ചോദ്യം ഇതേപോലെ വരും. ഈ ഉദാഹരണം ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താ ഓർക്കേണ്ടത്? 2 ദൂരങ്ങൾ അല്ലെങ്കിൽ 2 മെഷർമെൻറ്റുകൾ അളക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ സ്കെയിൽ. ആ സ്കെയിലിനെ നിങ്ങൾ വിളിച്ച പേരാണെന്ത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. മറന്നു പോവാതെ ഓർത്ത് വെക്കുക. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുക? 2 നമ്പറിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈസിയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു ഉദാഹരണം, ഡിവിഷൻ മെത്തേഡിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഫൈൻഡ് ദ HCF ഓഫ് 16, 24. നമ്മൾ നേരത്തെ നമ്പർ 16ൻ്റെ 24ൻ്റെ HCF കണ്ടുപിടിക്കണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ നമ്പർ ആരാ, അല്ലെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ നമ്പർ ആരാ? ഇതിൽ 24ലെ പ്രായം കൂടുതൽ.
അപ്പോൾ ഈ വീട്ടിൽ 16 ഉണ്ട്, 24 ഉണ്ട്. 24 പ്രായം കൂടുതലാണ്. 24 എന്തായി? മരിക്കാനായി. പ്രായം കൂടുതലുള്ള ആൾക്കാരാണല്ലോ ആദ്യം മരിക്കുക. അങ്ങനെയാണോ? എനിക്കറിയില്ല. അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ 24 ഞാൻ പെട്ടിക്കകത്താക്കി, 16 പുറത്ത് കാത്തിരിക്കുക. അപ്പോൾ ഒരു 16, ബാക്കി 8. അങ്ങനെ 24ൻ്റെ കഥ കഴിഞ്ഞു. ഇനി ഈ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഒരു 16 ഉണ്ട്, ഒരു 8 ഉണ്ട്. അപ്പോൾ 16 ഹരിക്കണം 8 ചെയ്തു. കാരണം 16നാണ് ഇപ്പോൾ പ്രായം കൂടുതൽ. അത് പെട്ടിക്കകത്ത് എഴുതി, 8 പുറത്ത് എഴുതി. 2 8 16. നോക്കടാ, ഇപ്പം ആരെങ്കിലും ബാക്കിയുണ്ടോ? 16ൻ്റെ കഥ കഴിഞ്ഞു. 8ൻ്റെ കൂടെ ഇവിടെ 0 ഉള്ളത്. എന്ന് പറഞ്ഞാൽ 8ൻ്റെ കൂടെ ആരുമില്ല. 8 എന്താ? സിംഗിളാണ്. അങ്ങനെ സിംഗിളായിട്ടുള്ള നമ്മളെ പോലെ സിംഗിളായിട്ടുള്ള ഒരാളെ നമ്മൾ എന്ത് വിളിച്ചു? HCF എന്ന് വിളിച്ചു. അപ്പോൾ 2 നമ്പറിൽ നിങ്ങൾക്ക് അവസാനം സിംഗിളായിട്ട് ആരെ കിട്ടുന്നോ അയാളാണെന്ത്? HCF കേട്ടോ. അപ്പോൾ HCF കണ്ടുപിടിക്കാനുള്ള ഒരു വഴി ഇതാണ്. 2 നമ്പർ കിട്ടിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹരിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. 90 72. HCF എങ്ങനെ കണ്ടുപിടിക്കും? 90 പ്രായമായ ആൾ അകത്ത് എഴുതി, 72നെ പുറത്ത് എഴുതി. 72 കേട്ടോ. ഒരു 72, ബാക്കി എത്ര ഉണ്ട്? 18. കണ്ടോ? 90ൻ്റെ കഥ കഴിഞ്ഞു. ഇനി 90നെ പറ്റി ചിന്തിക്കണ്ട. ഇനി 72ഉം 18ഉം ഉള്ളത്. 72 പെട്ടിക്കകത്ത്, 18 പുറത്ത് കാവല്. 4 18 72. റിമൈൻഡർ ഉണ്ടോ? ഇല്ല. 18 സിംഗിൾ നമ്മളെ പോലെ. അപ്പോൾ 18 HCF. മനസ്സിലായോ? ഇതാണ് ഐഡിയ. HCF 2 നമ്പർ കിട്ടിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് HCF കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ നേരത്തെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് HCF കണ്ടുപിടിച്ചിരുന്നല്ലോ. എങ്ങനെയാണ്? പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് LCM കണ്ടുപിടിച്ചിരുന്നു അല്ലേ? പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട്, അതായത് കഷ്ണങ്ങളാക്കി LCM കണ്ടുപിടിച്ചിരുന്നു. അതുപോലെ HCF കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഉദാഹരണം, നമ്മളെ സെയിം നമ്പർ 16 24. 16നെ ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. എത്രയാ? 2⁴ നമ്മൾ നേരത്തെ എടുത്താണ്. 24നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. 3 × 2 ക്യൂബ്. 3 × 8 അല്ലേ? 8നെ ഞാൻ 2 ക്യൂബ് എന്ന് എഴുതി. റെഡി. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ HCF കാണുമ്പോൾ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ കാണുന്ന സമയത്ത്, ഇവിടെ രണ്ടിടത്തുമുള്ള കോമൺ ആയിട്ടുള്ള ആളെ മാത്രം എടുക്കുക. നേരത്തെ LCM കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇതിനകത്തുള്ള എല്ലാ പ്രൈം നമ്പറിനെ എടുത്തു. 2നെ എടുത്തു, 3നെ എടുത്തു. ഇവിടെ 3 രണ്ടിടത്തുണ്ടോ? ഇല്ല. ഇവിടെ 2 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 3നെ എടുക്കണ്ട. ആരെ മാത്രം എടുത്താൽ മതി? 2നെ മാത്രം എടുക്കുക. 2ൻ്റെ തന്നെ ഏറ്റവും ചെറിയ പവർ എടുക്കുക. നമ്മൾ നേരത്തെ വലിയ പവർ എടുത്തു. LCMന് ഇവിടെ എന്തെടുക്കണം? ചെറിയ പവർ എടുക്കണം. അത് എത്രയാ? 2 ക്യൂബ് = 8. അപ്പോൾ ഇവിടുത്തെ HCF ആരാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? 8 എന്ന് എഴുതും. നമ്മൾ നേരത്തെ ഇതേ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് 8 കിട്ടിയിട്ടുണ്ട്. ഇവിടെ അല്ലേ? നേരത്തെ ചെയ്ത സമയത്ത് അവിടെ അതാ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് HCF 8 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. റെഡി ആണല്ലോ? അപ്പോൾ HCF കണ്ടുപിടിക്കാനുള്ള 2 വഴി: ഡിവൈഡ് ചെയ്തും കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തും കണ്ടുപിടിക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ ചോദ്യമില്ലേ? ചോദ്യം എവിടെ? ഫൈൻഡ് ദ HCF ഓഫ് 24, 16 ആൻഡ് 48. ഓക്കെ, പ്രൈം ഫാക്ടറൈസ് ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞുതരാം. 24 എന്ന് പറഞ്ഞാൽ ആരാന്ന് ഞാൻ പറഞ്ഞു. 24 ആരാ? 24 3 × 2 ക്യൂബ്. 3 × 2 ക്യൂബ്. 16 ആരാ? 16 2⁴. 48 ആരാ? 48 എന്ന് പറഞ്ഞാൽ 3 × 16. എൻ്റെ മനസ്സിലുണ്ട് 3 × 16. 3 × 16 എന്ന് പറഞ്ഞാൽ 2⁴. ഓക്കെ, ഇതിൽ കോമൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 2 കോമൺ ആയിട്ടുണ്ട്. ഇനി 2ൻ്റെ ചെറിയ പവർ ആരാ? ക്യൂബാണോ, ⁴ ആണോ, ⁴ ആണോ? ക്യൂബാണ്. അപ്പോൾ 2 ക്യൂബാണ് കോമൺ. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ് കോമൺ. അപ്പോൾ നമ്മൾ HCF 8 ആണ്. ഇനി HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നല്ലേ? ഏറ്റവും വലിയ ഘടകം എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? 24നെ ആ നമ്പർ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര ആയിരിക്കണം? അല്ലെങ്കിൽ റിമൈൻഡർ എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. പിന്നെ 16നെ 16നെ HCF കൊണ്ട് ഹരിച്ചാലും എത്ര കിട്ടണം? റിമൈൻഡർ 0 കിട്ടണം. ഇതാണല്ലോ ഫാക്ടർ. ഘടകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഹരിക്കുമ്പോൾ 0 കിട്ടണം. പിന്നെ 48നെ ഹരിക്കുമ്പോഴും നിങ്ങൾക്ക് 48നെ HCF കൊണ്ട് ഹരിക്കുമ്പോഴും റിമൈൻഡർ ശിഷ്ടം 0 കിട്ടണം. ഇത് 3ഉം പോസിബിൾ ആവുന്ന ഏത് നമ്പറിലാണ് ഉള്ളത് നോക്കിയാൽ മതി. അങ്ങനത്തെ വലിയ നമ്പർ, അതാണ് ആൻസർ. അപ്പോൾ അങ്ങനത്തെ വലിയ നമ്പറായിട്ട് ഇവിടെ 8 മാത്രമേ ഉണ്ടാവുള്ളൂ. ഹരിച്ചു നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ശരി, അതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ല ഇവിടുത്തെ ചോദ്യം. വാട്ട് ഈസ് ദ HCF? ചെറിയൊരു വ്യത്യാസം. നേരത്തെ അതേ ചോദ്യം. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഇവരുടെ HCF എത്രയെന്ന് ചോദിക്കുന്നു. HCF എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ? അപ്പോൾ
2 ഉണ്ട് 3 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട്, കോമൺ ആയിട്ട് 2 ഉണ്ട് 3 ഉണ്ട്. ഇങ്ങനെയാണ് നമുക്ക് HCF കണ്ടുപിടിക്കാം. ഇനി 2ന്റെ ഏറ്റവും ചെറിയ പവർ ആരാ? 3 ആണോ 7 ആണോ 8 ആണോ? 3. 3ന്റെ ഏറ്റവും ചെറിയ പവർ ആരാ? 7 ആണോ 5 ആണോ 4 ആണോ? 4. ഇതാണ് നിങ്ങളെ HCF എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ മെത്തേഡും കൂടെ ഓർത്ത് വെച്ച് പഠിച്ചോണം. ശരി, അടുത്ത ചോദ്യം. ഈ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സിമ്പിൾ ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾ ഫ്രാക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? എന്താ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? A/B, B/C. അതായത് ഇങ്ങനെ 2/3 ഒരു ഫ്രാക്ഷനാണ്, പിന്നെ 3/4 ഒരു ഫ്രാക്ഷനാണ്, 7/2 ഒരു ഫ്രാക്ഷനാണ്. ശരി, ഇവിടെ ചോദ്യം എന്താ? ഇതിൻ്റെ LCM, ഈ മുഴുവൻ ആൾക്കാരുടെ LCM കാണാനാണ് പറയുന്നത്. 2/3, 3/4, 7/2. ഇവരെ LCM കാണാൻ പറയുന്നു. അവിടെ ഒരു ഫ്രാക്ഷൻ്റെ LCM കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഈക്വൽ ടു LCM ഓഫ് 2, 3, 7. മുകളിലുള്ള ആളുടെ LCM കണ്ടുപിടിക്കുക ഡിവൈഡഡ് ബൈ HCF ഓഫ് 3, 4, 2. ഓക്കെ, അതായത് LCM ഓഫ് ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മുകളിലത്തെ ആൾക്കാർ LCM, താഴത്തെ ആൾക്കാർ HCF കണ്ടിട്ട് ഹരിച്ചാൽ മതി. ഇവിടുത്തെ ഉദാഹരണം എടുത്ത് പറഞ്ഞോ. മുകളിലത്തെ ആൾക്കാർ ആരാ? 2, 3, 7. ഇവരെ LCM എത്രയാണെന്ന് പറഞ്ഞുതരോ? LCM ഈക്വൽ ടു, ഇവിടെ കോമൺ ആയിട്ട് ആരുമില്ല, നിങ്ങൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ 2 × 3 × 7 എത്ര കിട്ടും? 6, 7, 42 എന്ന് കിട്ടും. ഇനി HCF ഓഫ് 3, 4, 2 ഇതിലും കോമൺ ആയിട്ട് ആരുമില്ല. ഇത് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കാൻ 1 എന്ന് കിട്ടും. കാരണം അതിൽ കോമൺ ആയിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ 1 എന്ന് കിട്ടും. ഇനി ഇവിടെ നിങ്ങളോട് ചോദിച്ചെന്താ? മൊത്തത്തിലുള്ള LCM കണ്ടുപിടിക്കാനല്ലേ? അപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ആൻസർ 42/1 കിട്ടും. റെഡിയാണോ? അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, ഇക്വേഷൻ വൈസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. LCM ഓഫ് A/B, B/C, B/C വേണ്ട, C/D, E/F. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലുള്ള ആൾക്കാരുടെ LCM എഴുതുക. നമ്പറിൻ്റെ LCM ACE, ആ 3 നമ്പറിൻ്റെ LCM കണ്ടുപിടിക്കുക ഡിവൈഡഡ് ബൈ താഴെയുള്ള ആൾക്കാരുടെ HCF കണ്ടുപിടിക്കുക BDF. ഇങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ HCF കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇങ്ങനെ A/B, C/D, E/F. ഇവരുടെ HCF കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുകളിലുള്ള ആൾക്കാരുടെ HCF കണ്ടുപിടിക്കണം. ആരൊക്കെ? B പിന്നെ ഇവിടുന്ന് ACE. താഴെയുള്ള ആൾക്കാരുടെ LCM കണ്ടുപിടിക്കണം. എത്രയാ? BDE. ഇതാണ് ഐഡിയ എന്ന് പറയുന്നത്. അതായത് HCF കാണാൻ പറഞ്ഞാൽ മുകളിലത്തെ HCF കാണാം, താഴത്തെ LCM കാണാം. LCM കാണാൻ പറഞ്ഞാൽ മുകളിലത്തെ മാത്രം LCM കാണാം, താഴത്തെ ബാക്കിയുള്ളത് HCF കണ്ടോളാം. എന്നിട്ട് ഡിവൈഡഡ് ബൈ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസറായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം HCF ഓഫ് 3/4, 7/8 ആൻഡ് 13/14 എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പരമാവധി ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പുറത്തൊക്കെ നല്ല പഴയാണ്, വീട്ടിലൊക്കെ പോകുന്ന സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ ആപ്പിലുള്ള കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ, ആപ്പിലുള്ള കോഴ്സിൽ കുറച്ചും കൂടെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള വെർഷൻസ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മളിവിടെ സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തരാത്തത്. പക്ഷേ ആപ്പിലെ കുട്ടികൾക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ അത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പറ്റും എന്നൊരു തോന്നലുണ്ട്, ഓക്കെയാണ്, പഠിക്കണം, സമയമുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എടുക്കുക. തീർച്ചയായിട്ടും വൃത്തിയായിരിക്കും. നിങ്ങൾക്കറിയാം യൂട്യൂബ് കാണുന്ന ആൾക്കാർ എത്ര പേരാ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോ 1000 പേര് കണ്ടു. അപ്പോൾ 1000 പേർക്ക് ഞാൻ ഇവിടെ ഇടുന്ന യൂട്യൂബിലിടുന്ന വീഡിയോസിലെ കണ്ടന്റ് അറിയാം. അതിൽ കൂടുതലായിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കണം, ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു നമ്പർ തരാം. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 80 75 75 36 76. ഈ നമ്പറിലൊന്ന് വിളിച്ചിട്ട് RPFൻ്റെ കോഴ്സിനെ പറ്റി ചോദിച്ചാൽ മതി. RPFൻ്റെ ഓൺലൈൻ കോഴ്സ് കിട്ടും. ആ കോഴ്സിൽ മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പഠിക്കണം. GK ഒക്കെ അതിൽ തന്നെ ആദ്യം പഠിച്ചു പോകണം. പിന്നെ GK അതിൽ നിന്ന് മാത്രം ഒന്ന് പഠിച്ചാൽ പോരാ കേട്ടോ. നിങ്ങൾ GK പഠിക്കുമ്പോൾ എല്ലായിടത്തും പഠിച്ചോ, കിട്ടുന്നിടത്തുനിന്നൊക്കെ പഠിച്ചോ. GKൻ്റെ കാര്യത്തിൽ നമ്മൾ വിട്ട് കളയരുത്. 50 GK ചോദ്യങ്ങൾ കിട്ടുക എന്നതായിരിക്കണം നമ്മളെ ലക്ഷ്യം. അവസാന റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് GK ഫുൾ ഉണ്ടാവണം, മാത്സും ഫുൾ ഉണ്ടാവണം.
റീസണിങ്ങും ഫുൾ ഉണ്ടാവും, ഫുൾ കിട്ടും. ഇപ്പം ഫിസിക്കൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ തളർത്തും. ഫിസിക്കലിനൊക്കെ സമയമുണ്ട്, നിങ്ങളിപ്പം നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. നന്നായിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ഉറങ്ങുക എന്നല്ല, കിട്ടുന്ന സമയത്തിന് നന്നായിട്ട് ഉറങ്ങുക. മിനിമം ഒരു 6 മണിക്കൂറൊക്കെ ഉറക്കം കീപ്പ് ചെയ്യുക. അതിൽ കുറവ് ഉറക്കം വരരുത്, സ്ട്രെസ്സൊക്കെ ആവും, പ്രശ്നമാവും. നോർമലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഉറക്കം കീപ്പ് ചെയ്യുക. അധികം ഉറങ്ങിയാലും പ്രശ്നമാണ്, സ്ട്രെസ് ആവുകയുള്ളൂ, ടെൻഷനാവും. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മിനിമം 6 മണിക്കൂർ ഉറങ്ങുക. ബാക്കി സമയം നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാൻ വേണ്ടി കൊടുക്കുക. ഓക്കെ, മിനിമം 3 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കുക. അതിൽ അരമണിക്കൂർ എനിക്ക് തരിക എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വൃത്തിയായിട്ട് പഠിച്ചോളാം. ഓരോ ദിവസം ഇടവിട്ട് എൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് സമയമുള്ളതുകൊണ്ടാണ് ഓരോ മണിക്കൂർ ഇടവിട്ടാക്കുന്നത്. ഇനി എക്സാം എടുക്കും തോറും നമ്മൾ മണിക്കൂറുകളുടെ എണ്ണവും അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ എണ്ണവും കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനായിട്ട് കാണാം. കണ്ടിന്യൂഷനായിട്ട് വരുമ്പോഴേക്കും കൂടുതൽ സംശയങ്ങളായിട്ട് വരിക, അതുപോലെ തന്നെ കൂടുതൽ സജഷൻസുമായിട്ടും വരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഹാപ്പി ലേണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.